സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലി ഒന്നും തീർന്നിട്ടില്ല. പണി തീർന്നിരുന്നെങ്കിൽ എനിക്കും കൂടി യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിലെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. നീ ഇവിടെ പാട്ടും പാടി തീ കത്തിച്ചിരുന്ന പണി തീരുവോ? മറന്നുപോയോ? ഇന്നല്ലേ യേശുവിനെ ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനും കൂടി വന്നാ എങ്ങനെയാ? ഒരു 10-25 കൂട്ടം കറിയെങ്കിലും ഒരുക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഫ്രൂട്ട് സാലഡ് വേണം. അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലോ? മാർത്തേ, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. യേശുവിന് ഈ 10-25 കൂട്ടം കറികളൊന്നും വേണ്ടെന്ന് നിനക്കറിയില്ലേ? അപ്പവും മീനുമാണ് ഗുരുവിന്റെ ഫേവററ്റ്. പിന്നെ കുറച്ച് അത്തിപ്പഴം കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. ലാസറച്ചായൻ എങ്ങോട്ടാ പോകുന്നത്? യേശുവിന്റെ പ്രസംഗം ഇവിടെ ഗലീലാക്കരയ്ക്ക് അടുത്ത് നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസറച്ചായ, എനിക്കും വരണമെന്നുണ്ട്. പക്ഷെ യേശുവിനെ ഇന്ന് ഡിന്നറിന് വിളിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? ഇവിടുത്തെ പണികൾ ഒന്നും തീർന്നിട്ടില്ല. എന്നാൽ മറിയേ, നീ വാ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോവാം. നിക്ക് പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി മേടിച്ചുകൊണ്ട് വേണം വരാൻ. എന്താ മാർത്ത ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ. അതെ അച്ചായ, ഇവിടെ ചിക്കനും ഇല്ല, മീനും ഇല്ല, മല്ലിയിലയില്ല, ജ്യൂസും ഇല്ല, അത്തിപ്പഴവും ഇല്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി, കൂടുതൽ വിവരിക്കണ്ട. പ്രസംഗം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നുകൊള്ളാം. മാർത്തേ, നീയും കൂടി വരാൻ നോക്ക്. യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മളെ എന്താ പഠിപ്പിച്ചിരിക്കുന്നേ? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീനെന്നല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എങ്കിൽ വാ ലാസറച്ചായ, നമുക്ക് പോകാം. പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. യൂട്യൂബിലൂടെ ഞാൻ പ്രസംഗം കാണുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞാ മതി. ഓ ശരി. പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പൊ തന്നെ സ്റ്റാറ്റസ് ഇട്ടേക്കണേ. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തേക്കണം. ഈ നേരമില്ലാത്ത നേരത്തെ ആരാണാവോ വന്നേക്കുന്നത്? ആ സലോമി, നീയായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ട് ഇരിക്കണു മാർത്തേ. നീ എന്താ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോവാഞ്ഞേ? നീ അറിഞ്ഞില്ലേ? ഞങ്ങളാണെന്ന് യേശുവിന് ഡിന്നർ കൊടുക്കുന്നത്. ഒരു 5 സ്റ്റാർ ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിരിക്കട്ടെ, നീ ആ മേഴ്സി ഗോൾ അടിക്കുന്നത് കണ്ടായിരുന്നോ? പിള്ളേര് പറയുന്നത് കേട്ടു മേഴ്സിക്ക് കപ്പ് കിട്ടിയെന്ന്. മേഴ്സി മാത്രമല്ല, അമ്പമ്പ എന്നൊരു ചെറുക്കനും കൂടിയുണ്ട് കളിയില്. പ്രായമായവർക്ക് പണി കൊടുക്കാൻ ഇട്ടിരിക്കുന്ന ഓരോരോ പേരുകളെ. സലോണി, നീ എന്താ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോവാഞ്ഞത്? അത് നീ പ്രസംഗം എന്ന് പറഞ്ഞ 1-2 ദിവസമാണോ? എത്ര ദിവസമാ? പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല യൂട്യൂബിലും കാണാമെന്ന് വിചാരിച്ച് മൊബൈൽ എടുത്തു തുറന്നതാ. അപ്പോഴല്ലേ നമ്മുടെ പള്ളിയിലെ സാറ ഹോളിലാൻഡ് പിക്നിക്കും കഴിഞ്ഞ് ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെ ഒരു പത്രാസ്. ഞാൻ ലൈക്ക് അടിച്ചിട്ടൊന്നുമില്ല. നീ ലൈക്ക് അടിക്കണ്ട കേട്ടോ. ഈ പണിത്തിരക്കിനിടയില് FB ഇൻസ്റ്റയും ഒന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാർത്തേ. പിള്ളേർക്കാണെങ്കിൽ ഓൺലൈനിൽ നീന്തൽ ക്ലാസ്സും ഓട്ട മത്സരവും ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഓൺലൈൻ യോഗയും സൂംബ ഡാൻസും. എന്നാ ശരി. പള്ളിയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവല് പരസ്യമൊക്കെ ഉണ്ടല്ലോ. പൗലോച്ചായന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇവനൊക്കെ ഏതു നേരവും FB-യിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ഇടാനേ നേരമുള്ളൂ.
എന്തായാലും ഒന്ന് വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. സാറയുടെ വെഡിങ് ആനിവേഴ്സറി. 15 വർഷമായോ? കണ്ണാണക്കൊന്നും പ്രായം തോന്നില്ല കേട്ടോ. എന്റെ വിഹിതം ഒരു വിഷ് ഇരിക്കട്ടെ. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയല്ലോ. ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. ഇവിടുത്തെ പണി ഒന്നും തീർന്നിട്ടില്ല. ആരൊക്കെയായി വന്നിരിക്കുന്നത്? സൂസന്റെ റബേക്ക ഉണ്ടല്ലോ. മാർട്ടി, നിന്നെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ല. ലാസറും മറിയയും ഏറ്റവും മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഇന്ന് ഇവിടെ ഡിന്നറിന് വിളിച്ചിരിക്കുകയല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. ഓ, എനിക്കത്ര അനുഗ്രഹമൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പറഞ്ഞു തന്നെയല്ലേ ഇന്നും പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ഉറങ്ങിയും പോയി. അതിന് നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്, നെയ്യപ്പവും പഴവും പാച്ചോറും വാങ്ങിക്കാനല്ലേ. മാർത്തേ, നീ നമ്മുടെ പള്ളിയിലെ എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടോ? ഹാർവസ്റ്റ് ഫെസ്റ്റിവല്, സൺഡേ സ്കൂൾ ആനുവൽ ഡേ, ഹോളി ലാൻഡ് പോക്ക്, പിക്നിക്ക്, ക്രിസ്മസ് പ്രോഗ്രാം, എന്തെല്ലാമാ നടക്കുന്നത്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ? മറിയ ഇവിടെ വന്ന ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളി സെക്രട്ടറി അയക്കുന്ന വാട്സാപ്പ് മെസ്സേജ് കണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നത്. നമുക്ക് പോകാം. മാർത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. എന്നാ ശരി. മാർത്തേ, വീട്ടിലെ പണിയെല്ലാം എന്തായി? കഴിഞ്ഞോ? മറിയേ, എന്തു പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും നീ എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗാകട്ടെ. ലാസറച്ചായ, ഞാൻ പറഞ്ഞ ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ മാർത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കി സമയം കളഞ്ഞോണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് യേശു പറഞ്ഞത് നീ മറന്നുപോയോ? മറിയേ, ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഈ വീട്ടിൽ ആരാ വീട്ടു ജോലി ചെയ്യുന്നതെന്ന്. ഇവളുമാരെ കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും കലാപാത്ത് വഴി ഓർഡർ ചെയ്യേണ്ടി വരുമായിരിക്കും. ആ, യോനാച്ചായ, എന്തുണ്ട് വിശേഷം? പീറ്ററച്ചായൻ എന്തിയേ? പീറ്ററിന്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു. അയ്യോ, അമ്മച്ചിക്ക് കൊറോണയാണോ? പുതിയ കൊറോണകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നേ. കഷ്ടമായി പോയി. ഈയിടെയായിട്ട് അമ്മച്ചിക്ക് അല്ലെങ്കിൽ ഇച്ചിരി ദൈവവിശ്വാസം കുറവായിരുന്നു. മാസ്കും വെക്കാറില്ലായിരുന്നു. മാർത്തേ, നീ വലിയ സത്യം ഒരുക്കുവാണെന്ന് കേട്ടല്ലോ. ഈ വീടെന്താ ഒരു വൃത്തിയുമില്ലാതെ കിടക്കുന്നേ? ഈ യോനാച്ചായന്റെ ഒരു കാര്യം, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തന്നെ കുറ്റം പറയുവാണോ? ഈ വീട്ടിൽ ഞാൻ മാത്രമേ പണിയെടുക്കാനുള്ളൂ എന്നുള്ള കാര്യം അറിയാമോ? ഇവിടെ എല്ലാരും പ്രാർത്ഥനക്കാരാ. പെട്ടെന്നാവട്ടെ, യേശു വരുന്നു. മറിയേ, വാ ഇങ്ങോട്ട്. ഇവിടെ 100 കൂട്ടം പണി കിടക്കുന്നു. ഞാൻ അല്പനേരം യേശുവിന്റെ അടുത്തിരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? സഹായിക്കാൻ ഇവിടുന്ന് മറിയോടൊന്നും പറഞ്ഞാലും. മാർത്തേ, മാർത്തേ, നീ പലതിനെയും കുറിച്ച് വിചാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായാൽ ഓർത്തുകൊള്ളുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന്
പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുരുകി രൂപാന്തരപ്പെടുന്നു.